ഇന്നിപ്പോൾ പുതിയ അധ്യാപകർക്കൊന്നും അറിയാത്ത രീതിയിൽ 1970കളുടെ ആദ്യപാദം കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമര പോരാട്ട കാലമായിരുന്നു അത്. നൂറുകണക്കിന് അധ്യാപകരും ജീവനക്കാരും സമരത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് കരിങ്കാലികൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം ഉണ്ടായിരുന്നു. കരിങ്കാലികളെ പിക്കറ്റ് ചെയ്യുക, ഓഫീസുകൾ പൂട്ടിക്കുക തുടങ്ങിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ദിവസങ്ങൾ മാസം നീണ്ടുനിന്ന ആ സമരം, പണിമുടക്ക് സമരം, ഒരു ഘട്ടത്തിൽ അന്നത്തെ ഗവൺമെൻറ് അധ്യാപകരെന്നോ ജീവനക്കാരോ എന്നൊന്നും കണക്കാക്കാതെ അവരെല്ലാം പൂജപ്പുര സെൻട്രൽ ജയിലിലും കണ്ണൂർ സെൻട്രൽ ജയിലിലും ഒക്കെ അടക്കുന്ന രീതിയിൽ കേസ് ചാർജ് ചെയ്യേണ്ട. ഇപ്പോൾ കേസ് വരുമ്പോൾ ജാമ്യം എടുക്കുമ്പോൾ തന്നെ വലിയ ആഘോഷമാണ്. അതാ ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ചിത്രം. ആദ്യമായിട്ട് ജയിലിൽ പോകുന്ന പോലെയാണ്. ആദ്യമായിട്ടാണ് ഒരാൾക്ക് ജാമ്യം കിട്ടുന്നത് എന്നൊരു ആഘോഷമാണ്, വളരെ വലിയ ആഘോഷം. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനവും കേരളത്തിലെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള സർവീസ് സംഘടനകൾ ഉൾപ്പെടെ, സാധാരണ സർവീസ് സംഘടനകളെല്ലാം വൈറ്റ് കോളേഴ്സ് പ്രസ്ഥാനം എന്നാണ് പറയുക. പണിയെടുക്കുന്ന തൊഴിലാളികളും അവരൊക്കെയുള്ളത് ബ്ലൂ കോളേഴ്സ്. വൈറ്റ് കോളേഴ്സ് ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കാൻ പാടുണ്ടോ എന്ന സംശയമായിരുന്നു അന്ന് 1972-73. അന്ന് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചാൽ അത് അത്ര നമ്മളങ്ങനെ വിളിക്കേണ്ടവരാണെന്നാണ് ആളുകളുടെ സംശയം. ഇപ്പോഴാദ്യം വിളിക്കുന്നത് ഇൻക്ലാബ് സിന്ദാബാദാണ്. ഏത് ജാതിയുടെയും ഏത് സമരത്തിൻ്റെയും മുമ്പിൽ ആദ്യം വിളിക്കുന്നത്. അത്രത്തോളം ദഹിച്ചിരുന്നില്ല അന്ന്, എൻജോയ്മെൻറ്റില്ല അന്ന് AST ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഉൽപ്പന്നം AST. ആ സമരത്തിൻ്റെ ഉൽപ്പന്നമായിട്ട് രൂപപ്പെട്ട് വന്ന പ്രസ്ഥാനമാണ് KST. നിങ്ങൾ മനസ്സിലാക്കണം. അന്നത്തെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രഖ്യാപനം നമ്മളെല്ലാം കേട്ടത്. അതിങ്ങനെയാണ്: എല്ലാ സമരവും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജയിക്കില്ല. അമർന്ന് കത്തുന്ന തീയും ആളിക്കത്തുന്ന തീയും തീ തന്നെയാണെന്ന് അന്നത്തെ NGO യൂണിയൻ്റെ സംസ്ഥാന നേതാവ്, സമരസമിതിയുടെ കൺവീനർ V. പത്മനാഭൻ നടത്തിയ പ്രസംഗം ഒന്നും നേടാതെയാണ് ആ സമരം പിൻവലിച്ചത്. ഒരു ഡിമാൻഡ് അംഗീകരിച്ചു തന്നിട്ടില്ല. നിരവധി ആളുകൾ ജയിലിലായി. നൂറുകണക്കിന് അധ്യാപകരുടെ ശമ്പളം ഇല്ല, കുടുംബത്തിൽ ജീവിക്കാനാവുന്നില്ല. ഇന്നത്തെ പോലെ ശമ്പളമൊന്നുമില്ലായിരുന്നു. അവസാനം കഞ്ഞിപ്പാർച്ച നടത്തി, സമരകേന്ദ്രങ്ങളിൽ ഭക്ഷണം വിളമ്പി, കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള കുടുംബ സംരക്ഷണ സമിതികൾ രൂപീകരിച്ചു. ഇങ്ങനെയെല്ലാം നടത്തിയ സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും തുടർച്ചയായിട്ട് രൂപം കൊണ്ടുവന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സംഘടനയാണ് KSTA. APTU ആദ്യം, അതിനുശേഷം KSTA. ഇതെല്ലാം അത്രയൊന്നും വലിയ ഭൂതകാലത്തിലല്ല, നമ്മളെല്ലാം വർത്തമാനകാലം പോലെ അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ആഗോളവൽക്കരണം 80കളാവുമ്പോഴേക്ക് തന്നെ ഇതിൻ്റെ പുതിയ പദം ഉപയോഗിക്കാൻ തുടങ്ങി. എല്ലാറ്റിൻ്റെയും മുമ്പിലൊരു പുതിയ എന്ന് കയറും. അപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം, പുതിയ സാമ്പത്തിക നയം, പുതിയ ആരോഗ്യ നയം തുടങ്ങി എല്ലാറ്റിൻ്റെയും മേലെ പുതിയ എന്ന പദം ചേർത്തുകൊണ്ട് ആഗോളവൽക്കരണം നടപ്പിലാക്കുക ചെയ്തത് ഇന്ത്യയിൽ. അതേപോലെ നടപ്പിലാക്കാനാണ് കേരളത്തിനും ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ലാഭകരമല്ലാത്ത അൺഎക്കണോമിക് എന്നുള്ള പേര് കൊടുത്തിട്ട് അതെല്ലാം പൂട്ടാൻ തീരുമാനിച്ചു. ആയിരക്കണക്കിന് പൊതുവിദ്യാലയങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരം സ്കൂളുകൾ മുഴുവൻ പൂട്ടാൻ തീരുമാനിച്ചു. ആ പൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകൾ പൂട്ടാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തി സമരം മുഖത്ത് ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വന്ന കരുത്തുറ്റ അധ്യാപക പ്രസ്ഥാനമാണ് KSTA എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനം കൊള്ളാം. അതിന് ഫലമുണ്ടായി. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, സഖാവ് പിണറായി വിജയൻ ഗവൺമെൻറ് 7.5 കൊല്ലം മുമ്പ് അധികാരത്തിൽ വന്നപ്പോൾ അൺഎക്കണോമിക്കിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു സ്കൂളും പൂട്ടില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. പൂട്ടില്ല എന്ന് പ്രഖ്യാപിച്ചത് മാത്രമല്ല, ഇനി കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളെ വളരെ ഫലപ്രദമായി ലോകോത്തരമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ അധ്യാപകരെ മുഖവിലക്കെടുത്ത് അധ്യാപകരുമായി സഹകരിച്ച് വിദ്യാലയങ്ങളിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തത വരുത്തി. PTA അത് വളരെ പ്രധാനപ്പെട്ട
വിദ്യാഭ്യാസ മേഖലയിലെ ഒരു സംവിധാനമാണ് മദർ PTA ഉൾപ്പെടെ. അതിനെയും സജീവമാക്കി. പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു, അതിനെയും നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വന്നു. അതേപോലെ തന്നെ കിഫ്ബിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സാമ്പത്തികമായ സഹായവും കൂടി കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാലി തൊഴുത്തുപോലെ കടന്നിരുന്ന LP സ്കൂളുകളും UP സ്കൂളുകളും ഹൈസ്കൂളുകളും ഉൾപ്പെടെ ലോക നിലവാരത്തിലുള്ള സ്കൂളുകളാക്കി മാറ്റാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് പൊതുവിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയപ്പോൾ സാധിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായി നമ്മളെല്ലാം സ്കൂളിൻ്റെ തൊട്ട് മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് അതിൻ്റെ സമീപത്ത് നിന്ന് രാവിലെ ടൈയും കോട്ടെല്ലാം ഇട്ട് അൺഎയ്ഡഡ് അൺറെക്കഗ്നൈസ്ഡ് സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളുടെ വലിയ ഒരു ഒഴുക്കായിരുന്നു കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത് മുമ്പ്. അതെല്ലാം നിന്നു. നമ്മുടെ സ്കൂളുകളിലേക്ക് പൊതുവിദ്യാലയങ്ങളിലേക്ക് കഴിഞ്ഞ 7-7.5 കൊല്ലക്കാലത്തിനിടയിൽ ഏതാണ്ട് 10 ലക്ഷം കുട്ടികൾ പുതുതായിട്ട് 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ വന്നു ചേർന്നു. ഇതൊരു പുതിയ ചരിത്രമാണ്. കുട്ടികളെ കിട്ടാനില്ല എന്നായിരുന്നു ധാരണ. പശ്ചാത്തല സൗകര്യം മാറി. ബോധവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയോടുകൂടി അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം നന്നായിട്ട് ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക നിലവാരത്തിലുള്ള സംവിധാനം ക്ലാസ് മുറികൾ ഉൾപ്പെടെ ഈ കേരളത്തിലുണ്ടായി. റിസൾട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കുതിച്ചു കയറി. ലോകത്തെമ്പാടുമുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് പോകാൻ കഴിവുള്ള കെൽപ്പുള്ള കുട്ടികളായിട്ട് കേരളത്തിൽ നിന്ന് വരുന്ന +2 കഴിഞ്ഞ് മുമ്പോട്ടേക്ക് വരുമ്പോൾ അവർക്ക് ലോകത്ത് എവിടെയും ആശ്രയിക്കാൻ കഴിയുന്ന പുതിയ തലത്തിലേക്ക് വന്നു. നമ്മുടെ കോളേജുകൾ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനുള്ള നിലപാടുകൾ സ്വീകരിച്ചു. നമ്മളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഗവൺമെൻറ് മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ ഈ കേരളത്തിന് പ്രത്യേകതയുണ്ട്. അത് ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമകളിലൊന്നായ ജന്മിത്വം അവസാനിപ്പിച്ച ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ്.